1952 ഷംസുലുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അല്ലാഹുവിന്റെ ഔലിയാക്കളുമായിട്ടുള്ള ബന്ധം യഥാർത്ഥത്തിൽ അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് കൂട്ടത്തിൽപ്പെട്ട ഉന്നത മഹാനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ വശഫീഇനാ വനബിയ്യിനാ വമൗലാനാ മുഹമ്മദിൻ وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹമാണ്. അവൻ നമ്മെ അവന്റെ ഹബീബും ലോക നേതാവുമായ അഷ്റഫുൽ ഹൽക്ക് നബി മുസ്തഫ അഹമ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൈർ ഉമ്മത്തിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവന്നു. മാത്രമല്ല ഉന്നതരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹാന്മാരുടെ മഹത്തായ ബന്ധം നൽകി ഭാവികളായ ദോഷികളായ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരിലും ഔലിയാക്കളുടെ വഴി പിൻപറ്റി ജീവിക്കുന്നവരിലും സാധുക്കളായ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നൂറുൽ മശായിഖ് സയ്യിദ് നൂരിഷാ തങ്ങളും ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ബൈഅത്തും ഇതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ചരിത്ര വായനക്കിടയിൽ മനസ്സിലായത് അനാവരണം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് സയ്യിദ് നൂരിഷാ തങ്ങളും കേരള മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. കേരള മണ്ണിൽ ദിവ്യപ്രകാശവുമായി നൂരിഷാ തങ്ങൾ അനുഗ്രഹീത 75 വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ ഇൻഷാ അല്ലാഹ് നടത്തപ്പെടുകയാണ്. ഈ വരുന്ന 22-ാം തീയതി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഉദ്ഘാടന മഹാസമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നൂറുൽ മശായിഖിന്റെ പിന്നിട്ട 75 വർഷങ്ങൾ ആ ഒരു ആഘോഷ പരിപാടികൾ ഇൻഷാ അല്ലാഹ് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഏപ്രിൽ 23-ാം തീയതി അതുപോലെ 24-ാം തീയതിയും കൊണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് ത്വരീഖത്ത് മഹാസമ്മേളനവും നടത്തപ്പെടുകയാണ്. മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാൻ നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പേരമകനും സിൽസില നൂരിയുടെ ജാനഷീനുമായ ഷംസുൽ മശായിഖ് സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ നൂരിഷാ സാനി ജീലാനി തവ്വലല്ലാഹു ഉംറഹു തങ്ങൾ അവർകൾ എത്തിച്ചേരുകയാണ്. മാത്രവുമല്ല ധാരാളം ആരിഫീങ്ങളും ഔലിയാക്കളും മഹത്തുക്കളുമൊക്കെ 22-ാം തീയതി പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ 23, 24 തീയതികളിൽ കൊണ്ടോട്ടിയിലും സംഗമിക്കുന്ന ത്വരീഖത്ത് മഹാസമ്മേളന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഔലിയാക്കളാൽ നടത്തപ്പെടുന്ന അവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടികൾ എന്തുകൊണ്ട് നമുക്ക് വളരെ വലിയ അനുഗ്രഹമാണ്. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ് നമുക്ക് പരിശുദ്ധമായ ദീനിന്റെ സമ്പൂർണത നമുക്ക് കൈവരിക്കാൻ സാധ്യമാകുന്നത്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പ്രവാചകത്വം ഇവിടെ അവസാനിച്ചു. ഇനി ഒരു പ്രവാചകൻ വരികയില്ല. ആ റിസാലത്ത് നമുക്ക് എത്തുന്നത് കാമിലിങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബന്ധത്തിലൂടെയാണ്. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് ഈ കേരളത്തിൽ വന്ന് നടത്തിയ പ്രവർത്തനവും ഇതാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ ബാധിക്കുന്ന മാരകമായ രോഗങ്ങളിൽ നിന്നും മനുഷ്യ ഹൃദയങ്ങളെ സംസ്കരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന ഉന്നതമായ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് സയ്യിദ് നൂരിഷാ തങ്ങൾ ഇവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മഹാനുഭാവൻ വന്നപ്പോൾ പണ്ഡിതന്മാരും പാമരന്മാരും സാധാരണക്കാരും ഉമറാക്കളും ഉലമാക്കളും എല്ലാവരും മഹാനവറുകളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവരുമായി ബൈഅത്ത് ചെയ്യുകയും അവരുടെ മഹത്തായ സിൽസിലയുമായി ബന്ധപ്പെടുകയും
അള്ളാഹുവുമായിട്ടുള്ള അറിവും അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഉന്നതമായ ഇൽമുകളും കരസ്ഥമാക്കി ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഉന്നത അവസ്ഥ കൈവരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ കേരളത്തിൽ വന്നതും അവിടുന്ന് ഇങ്ങോട്ട് പട്ടിക്കാടി ജാമിയ നൂരിയ സ്ഥാപിച്ചതും അതിന്റെ സനദ്ദാന സമ്മേളനങ്ങളിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ ധാരാളം ത്വരീഖത്ത് സമ്മേളനങ്ങൾ നടത്തിയതും ഒരുപാട് സ്ഥാപനങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതും കേരളത്തിൽ നടത്തിയിട്ടുള്ള വിപ്ലവകരമായ ആത്മീയ മുന്നേറ്റങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ചരിത്രബോധമുള്ള കേരളത്തിന്റെ മതരംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്ന വസ്തുതകളാണ് ഇതൊക്കെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നതന്മാരായ മഹത്തുക്കൾ 1951 കാലത്താണ് കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതെന്നും വടകര ബുസ്താനുലു മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നൂറുൽ മശായിഖ് കേരളത്തിൽ ആദ്യമായി എത്തിയത് എന്നും ആ എത്തിയ ആ നിമിഷം മുതൽക്ക് ആ സമ്മേളന പരിപാടി മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ടവരിലേക്ക് കേരളത്തിലെ അന്നത്തെ പണ്ഡിത സഭയായ സമസ്തയിലുള്ള ഉന്നതന്മാരായ മഹത്തുക്കൾ ആകർഷിക്കപ്പെടുകയും മഹാന്മാരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, PMS പൂക്കോയ തങ്ങളെ പോലെയുള്ള ഉന്നതരായ മഹത്തുക്കളായ സയ്യിദന്മാരും പല സ്ഥലങ്ങളിലായി സ്വീകരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തത് ചരിത്രങ്ങളിലായി അവശേഷിച്ചു കിടക്കുന്നുണ്ട്. വടകര ബുസ്താനുലു മദ്രസയുടെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം മൂസഹാജിയുടെ വീട്ടിൽ വിശ്രമിക്കാൻ എത്തിയ നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപക പ്രസിഡന്റും സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നൂറുൽ മശായിഖിനെ സമീപിക്കുകയും ഉന്നതരായ ഔസുൽ ആലമിന്റെ പേരമകനാണെന്നും ഇദ്ദേഹം മുർഷിദായ വലിയാണ്, മുറബിയായ ഷെയ്ഖാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഷെയ്ഖുന നൂറുൽ മശായിഖുമായി ബൈഅത്ത് ചെയ്യുകയും അവരിൽ നിന്ന് അംഫാസിന്റെ ദിക്ർ വാങ്ങുകയും ഒക്കെ ചെയ്ത് അവരോടുള്ള ആ നൂറുൽ മശായിഖിനോടുള്ള അഖീദയിലും മഹബത്തിലുമായി ജീവിച്ചു. മരണം വരെ ആ അവസ്ഥയിലായി ജീവിച്ചു വഫാത്തായ മഹാനാണ് പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അവരുടെ ദറജയും പദവിയും അള്ളാഹു നാൾക്ക് നാൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാര് ബൈഅത്ത് ചെയ്യുന്നത് 1952 ജനുവരി മാസത്തിലാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ കോഴിക്കോട്ടെ വലിയങ്ങാടിയിലെ പാണ്ഡികശാലയിൽ വെച്ചുകൊണ്ടാണ് ശംസുൽ ഉലമ ബൈഅത്ത് ചെയ്യുന്നത്. ഇതിനൊരു കാരണമുണ്ട്. വടകര ബുസ്താൻ ഉലൂം മദ്രസയുടെ സമ്മേളന പരിപാടിയിൽ നൂറുൽ മശായിഖിനോടുകൂടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങള് നൂറുൽ മശായിഖിനെ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നതും അവിടെ വമ്പിച്ച ഒരു സ്വീകരണം നൽകുന്നതും. ആ സ്വീകരണ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തി നൂറുൽ മശായിഖിന്റെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ ക്ഷണിച്ചു വരുത്തുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവറുകളുടെ പൊതുവിലുള്ള ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിന് ലഭിച്ച ആ സുവർണ അവസരം കുറഞ്ഞ സമയത്തെ ഷെയ്ഖുന തങ്ങളുമായിട്ടുള്ള സഹവാസവും തങ്ങളുടെ പ്രശോഭയാർന്ന വ്യക്തിത്വത്തിലും അവിടുന്ന് പകർന്നു നൽകിയ തെളിഞ്ഞ ഇൽമിന്റെ സവിശേഷതയിലും ആകൃഷ്ടനായിക്കൊണ്ടാണ് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാര് ഷെയ്ഖുന തങ്ങളുമായി ബൈഅത്തിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് ശംസുൽ ഉലമ നൂറുൽ മശായിഖിനോട് കൂടെ നീണ്ട 23 വർഷക്കാലത്തോളം സഹവസിച്ചു. ധാരാളം പരിപാടികളിൽ പങ്കെടുത്തു, പൊതുസമ്മേളനങ്ങൾ പ്രസംഗിച്ചു. ധാരാളം ആളുകളെ നൂറുൽ മശായിഖിലേക്ക് ആകർഷിച്ചുകൊണ്ടും അവരുടെ സിൽസിലയിൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഉപദേശം നടത്തിക്കൊണ്ടുമായിരുന്നു ശംസുൽ ഉലമയുടെ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നത്. സിറാജുൽ മുനീറാണെന്നും മുറബിയായ ഷെയ്ഖാണെന്നും മുർഷിദായ വലിയാണെന്നും ഒക്കെ പ്രസംഗിച്ച് ധാരാളം ആളുകൾ ശംസുൽ ഉലമയുടെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് മഹത്തായ ഈ സിൽസിലയിലേക്ക് കടന്നു വന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് പരിപാടികളിൽ തന്നെ നൂറുൽ മശായിഖിനോട് കൂടെ ശംസുൽ ഉലമ പങ്കെടുത്തതായി ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അഖിലേന്ത്യാ ത്വരീഖത്ത് സമ്മേളനം,
മലപ്പുറം നൂറടി പാലത്തിന് സമീപം ദീപാലങ്കൃതമായ ഷഹീദ് നഗറിൽ വെച്ച് 1969 ജനുവരി 17, 18 വെള്ളി, ശനി എന്നീ തീയതികളിൽ ആത്മീയ ചൈതന്യമതികളായ മഹാപണ്ഡിതന്മാരും സൂഫി വൈദ്യന്മാരും അണിനിരക്കുന്നു. അധ്യക്ഷൻ നൂറുൽ മശായിഖ് മൗലാന സയ്യിദ് നൂറുഷാ ചിസ്തി ഖാദിരി ഹൈദരാബാദ്. ഉദ്ഘാടനം PMSA പൂക്കോയത്തങ്ങൾ പാണക്കാട്. പ്രാസംഗികന്മാർ അങ്ങനെ ഒന്ന് മുഫസ്സിറെ ഖുർആൻ മൗലാന സയ്യിദ് മുഹമ്മദ് ഉമർ അമീർ കമീലിഷ നൂരി മദ്രാസ്. മൗലാന ഹാഫിസ് മുഹമ്മദ് ഷുഹൈബ് ആലിം സാഹിബ് ഖാദിരി കീളക്കര. അബ്ദുൽ വദൂദ് മുഹിബീഷ ചിഷ്തി നൂരി. നാലാമത് മൗലാന EK അബൂബക്കർ മുസ്ലിയാർ പ്രിൻസിപ്പൽ JNA കോളേജ് ഫൈസാബാദ്. ഇത് 1969 ജനുവരി മാസത്തിലുള്ള ഒരു ത്വരീഖത്ത് സമ്മേളനത്തിന്റെ പഴയകാല നോട്ടീസാണ്. നൂറാനിയ പ്രസ് പെരിന്തൽമണ്ണയിൽ നിന്ന് അടിച്ച ഒരു നോട്ടീസാണിത്. ഈ കാണുന്ന നോട്ടീസ് നോക്കൂ നിങ്ങൾ. മുക്കം ഓർഫനേജ് അറബിക് കോളേജിന്റെ ഉദ്ഘാടന നോട്ടീസാണിത്. ഇതില് പ്രാർത്ഥന, സ്വാഗത പ്രസംഗം പ്രസിഡന്റ്, ഉദ്ഘാടനം ബഹു EK അബൂബക്കർ മുസ്ലിയാർ പ്രിൻസിപ്പൽ JNA കോളേജ് പട്ടിക്കാട്. അധ്യക്ഷ പ്രസംഗം PMSA പൂക്കോയത്തങ്ങൾ പാണക്കാട്. പ്രസംഗം അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. പിന്നെ പൊതുസമ്മേളനം. ആ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം അൽ ഹാജ് സയ്യിദ് നൂറുഷാ ചിസ്തി വൽ ഖാദിരി ഹൈദരാബാദ്. ഇങ്ങനെ എത്രയോ പരിപാടികൾ. ഈ കാണുന്നത് 1965 ജാമിയ നൂരിയ 1-ാം സനദ്ദാന സമ്മേളനം ഷെയ്ഖുനാ സയ്യിദ് നൂറുഷാ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങള്, PMSA പൂക്കോയ തങ്ങള്, അതുപോലെ തന്നെ ഷംസുൽ ഉലമ തുടങ്ങിയ ഉന്നതരായ ഉലമാക്കളൊക്കെ വേദിയിലുള്ള ഫോട്ടോ ചന്ദ്രിക പത്രം റിപ്പോർട്ട് ചെയ്തതാണ് ഈ കാണുന്നത്. ധാരാളം തെളിവുകൾ ഇനിയും കാണിക്കാനുണ്ട്. കൂടുതൽ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. ഇങ്ങനെ നീണ്ട 23 വർഷക്കാലത്തോളം നൂറുൽ മശായിഖിനെ അംഗീകരിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല വേദികളിലായി പ്രസംഗിക്കുകയും നൂറുൽ മശായിഖ് സിറാജുൽ മുനീറാണ്, മുറബിയായ ഷെയ്ഖാണ്, മുർഷിദായ വലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗം നടത്തി ധാരാളം ആളുകളെ ഈ മഹത്തായ ആത്മീയ സരണിയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. പിന്നീട് ചില വസ്വാസുകളിൽ അകപ്പെട്ടെങ്കിലും അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ അവർ ഖേദിച്ചു മടങ്ങുകയും സമസ്തയുടെ ഈ പിഴച്ച ഫത്വയെ പുനഃപരിശോധിക്കുവാൻ വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അസ്ഹരി തങ്ങളെ ചുമതലപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സത്യം ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങള് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖിനെയും സിൽസില നൂരിയെ കുറിച്ചും പൊതുവേദികളിൽ നിന്ന് പരസ്യമായി പ്രസംഗിച്ചതാണല്ലോ അവരെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുണ്ടായ കാരണം. ഇനിയും ഇവിഷയകമായി ധാരാളം സംസാരിക്കാനുണ്ട്, തെളിവുകൾ നിരത്താനുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതായിരുന്നാലും 3/4 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ വന്നിറങ്ങി ഇന്നും പ്രക്ഷോഭിതമായി നിലനിൽക്കുന്ന ഈ ദിവ്യ പ്രകാശത്തിൽ നിന്നും തിരികൊളുത്തി ഇലാഹി വഴിയിൽ സ്വയം പ്രകാശിതരാകാനുള്ള സുവർണ അവസരമാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏപ്രിൽ 22, 23, 24 തീയതികളിൽ വെച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലും ഒക്കെ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മഹത്തായ പരിപാടി സത്യാന്വേഷികളെ മുഴുവനും സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിജയികളാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശൈഖന്മാരുടെ ദറജയും പദവിയും അല്ലാഹു നാൾക്കുനാൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരെ അനുധാവനം ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ബിജായി നബിയിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.